ഹായ്, വെൽക്കം ടു ലേണിംഗ് ന്യൂക്ക്. HSA ജനറൽ പേപ്പറിന് ആവശ്യമായ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുന്നതായിരിക്കും. ഇന്ന് ആദ്യമായി നോക്കുന്നത് 24th അമെൻമെൻറ്റ് 1971 ആണ്. It affirmed the power of Parliament to amend any part of the Constitution, including fundamental rights. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന് 1968 ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ പറയുകയുണ്ടായി. അതിനെ മറികടക്കാനായി വന്ന അമെൻമെൻ്റാണ് 24th അമെൻമെൻറ്റ് 1971. ഇതിലൂടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അടക്കം ഏതൊരു ഭാഗവും അമെൻഡ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് കൂട്ടിച്ചേർത്തു. അടുത്തത് 26th അമെൻമെൻറ്റ് 1971. It abolished the privy purses and privileges of the former rulers of princely states. പ്രിവി പഴ്സസ് എന്നാൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്ന നാട്ടുരാജ്യങ്ങൾക്ക് അഥവാ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് നൽകിക്കൊണ്ടിരുന്ന സ്വകാര്യ വരുമാനമാണ്. നാട്ടുരാജ്യങ്ങളിലെ പിൻതലമുറക്കാർക്ക് അവരുടെ സ്വന്തമായ വരുമാനമാകാനുള്ള സമയമായതുകൊണ്ട് ഈ പ്രിവി പഴ്സസ് എടുത്തുമാറ്റി. അടുത്തത് 36th അമെൻമെൻറ്റ് 1975 ആണ്. It made Sikkim a full-fledged state of Indian Union and omitted the 10th schedule which was added by the 35th Amendment Act. അതായത് 1975 വരെ സ്വതന്ത്ര രാഷ്ട്രമായിരുന്ന സിക്കിം 1975 മെയ് 16 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി സിക്കിമിനെ കൂട്ടിച്ചേർത്തത് 35ാം ഭേദഗതിയിലെ 10ാം ഷെഡ്യൂൾ ആഡ് ചെയ്തുകൊണ്ടാണ്. അതിൽ സിക്കിമിനെ ഒരു അസോസിയേറ്റഡ് സ്റ്റേറ്റ് ആയിട്ടാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ 36ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിക്കിമിനെ സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും 10ാം ഷെഡ്യൂൾ എടുത്തുകളയുകയും ചെയ്തു. 24, 26, 36 എന്നീ 3 ഭരണഘടനാ ഭേദഗതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക്